എല്ലാവർക്കും നമസ്കാരം. ന്യൂ SCERT 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്ത 6ാമത്തെ ചാപ്റ്ററിലെ പാർട്ട് 2 നമ്മൾ SCERT ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ പോവാം അല്ലേ. ഒന്നാമത്തെ എന്താണ്? 1922 ഫെബ്രുവരി 5 നടന്ന ഏത് അക്രമാസക്തമായ സംഭവത്തെ തുടർന്നാണ് മഹാത്മാഗാന്ധി നിസ്സഹകരണ സമരം അടിയന്തരമായി നിർത്തിവെച്ചത്? 1922 ഫെബ്രുവരി 5 അത് നടന്നത്. ഏതാണത്? നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് ഏതാണ്? ചൗരി ചൗര സംഭവം അല്ലേ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിനടുത്തുള്ള ചൗരി ചൗരയിലാണ് ഒരു പോലീസ് സ്റ്റേഷൻ തീയിടുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനെ പ്രതിഷേധിച്ചാണ്, അങ്ങനെയൊക്കെ ആ ആക്രമണത്തിലേക്ക് വഴിമാറിയതിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? നിസ്സഹകരണ സമരം പിൻവലിച്ചത്. 1922-24 കാലഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെ ഗോദാവരി മലനിരകളിൽ മദ്രാസ് ഫോറസ്റ്റ് ആക്ടിനെതിരെ നടന്ന റാംബ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ആരാണ്? നമ്മുടെ ടെലഗ്രാമിൽ ഇതിൻ്റെ ക്വസ്റ്റ്യനായി ഇട്ടിട്ടുണ്ടായിരുന്നു, പോളായിട്ട് കുറച്ച് പേരൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. ആരാണ്? അല്ലൂരി സീതാരാമരാജു ആണല്ലേ. ആന്ധ്രാപ്രദേശിലെ ഗോത്രജനതയുടെ അവകാശങ്ങൾക്കായി മദ്രാസ് ഫോറസ്റ്റ് ആക്ടിനെതിരെ അല്ലൂരി സീതാരാമരാജു നയിച്ച സമരമാണേത്? റാംബലഹള. ഇത് അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് മലബാർ സ്പെഷ്യൽ പോലീസായിരുന്നു കേട്ടോ. 1930 മെയ്യിൽ നടന്ന പ്രശസ്തമായ ധരാസന സത്യാഗ്രഹത്തിന് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം നേതൃത്വം നൽകിയ ധീരയായ വനിതയാരാണ്? അരുണ ആസിഫ് അലി, കമലാദേവി ചതോപാധ്യായ, സരോജിനി നായിഡു, റാണി ഗൈഡിൻല്യൂ. ആരാണ്? ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തന്നെ ഗുജറാത്തിലെ ധരാസനയിലുള്ളതായിരുന്നു. ഏതാണ്? സരോജിനി നായിഡു അല്ലേ. സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു, അബ്ബാസ് ത്യാബ്ജി, മണിലാൽ ഗാന്ധി എന്നിവരായിരുന്നു സമരത്തിന് ഗാന്ധിജി അറസ്റ്റിലായതിനു ശേഷം നേതൃത്വം നൽകിയത്. നാഗാലാൻഡിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധ പോരാട്ടം നയിക്കുകയും ജവഹർലാൽ നെഹ്റു റാണി എന്ന ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര നായിക ആരാണ്? ലക്ഷ്മി സ്വാമിനാഥൻ, റാണി ഗൈഡിൻല്യൂ, മാതങ്കിനി ഹസ്ര, കമല നെഹ്റു. നാഗാലാൻഡ് നമ്മൾ പഠിച്ചതാണ് റാണി ഗൈഡിൻല്യൂ അല്ലേ. നാഗാലാൻഡിലെ പ്രമുഖ നേതാവായിരുന്ന ഗൈഡിൻല്യൂവിന് 13ാം വയസ്സിൽ ബ്രിട്ടീഷുകാർ തടവ് ശിക്ഷ ലഭിച്ചു. നെഹ്റു ആണ് അവർക്ക് റാണി എന്ന ബഹുമതി നൽകിയത്. എന്നിട്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അവർ ജയിൽ മോചിതയായതും. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിന് നേതൃത്വം നൽകിയ വിപ്ലവകാരിയാരാണ്? ചിറ്റഗോങ്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സൂര്യാസെൻ, സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? ബംഗാൾ ചിറ്റഗോങ് സൂര്യാസെൻ ആണല്ലേ. ചിറ്റഗോങ് സൂര്യാസെൻ ആണ്. 1946 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ നടത്തിയ പ്രശസ്തമായ നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലാണ്? തൽവാർ കപ്പലിലല്ലേ. അതെ, മുംബൈയിലെ തൽവാർ എന്ന കപ്പലിലാണ് നാവിക കലാപം ആരംഭിച്ചത്. എന്തുകൊണ്ടായിരുന്നു അത്? കുറഞ്ഞ കൂലി, മോശമായ ഭക്ഷണം, വംശീയ അധിക്ഷേപം എന്നിവയൊക്കെയായിരുന്നു അതിന് കാരണമായത്. ഓക്കെ, ഇനി കുറച്ച് പ്രസ്താവന ചോദ്യം നോക്കി. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായത്? ഈ സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബ്രിട്ടീഷ് സർക്കാർ കർഷകർക്ക് മേൽ ചുമത്തിയ 30% നികുതി വർധനവെതിരെയായിരുന്നു സമരം. ഈ സമര വിജയത്തെ തുടർന്നാണ് ഗാന്ധിജിയും ബർദോളിയിലെ സ്ത്രീകളും പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത്. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? ഏതൊക്കെയാണ് ശരി എന്നാണ്. ഏതൊക്കെ ശരിയാണ്? എല്ലാം ശരിയാണ് അല്ലേ. എല്ലാം ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ദണ്ഡി യാത്രയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായതാണ് കേട്ടോ നോക്കേണ്ടത്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് 78 അനുയായികളുമായി ഗാന്ധിജി പദയാത്ര ആരംഭിച്ചു. ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്തെത്തുകയും ഏപ്രിൽ 6 ഉപ്പുകുറുക്കി നിയമം ലംഘിക്കുകയും ചെയ്തു. കേരളത്തിൽ കെ മാധവൻ നായരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ പദയാത്ര നടന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായതാണ്. ഏതാണ് ഇതിൽ തെറ്റായത്?
3 മാത്രം അല്ലേ, മൂന്നാമത്തെയാണ് തെറ്റായത്. എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ അല്ലേ? അതെ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻസും ക്ലാസ് നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ കഥ പോലെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ടെക്സ്റ്റ് ഫുള്ളായി പഠിക്കണം എന്തായാലും. ടോപ്പിക് വൈസ് പഠിക്കുമ്പോഴും നമ്മൾ ടെക്സ്റ്റ് എന്തായാലും NCERT മുൻതൂക്കം കൊടുത്തിട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. പിന്നെ അത് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു MCQ കൂടി നിങ്ങൾ ഡെയിലി 6 മണിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കമൻറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും എത്രത്തോളം കിട്ടുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ എനിക്ക് അറിയാനും സാധിക്കും, നിങ്ങൾക്ക് നന്നായി പഠിക്കാനും സാധിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും MCQ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ MCQ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 9ാമത്തെ ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിൽ പലയിടത്തും ബ്രിട്ടീഷ് ഭരണത്തിന് ബദലായി സമാന്തര സർക്കാരുകൾ രൂപീകൃതമായി. അവയുമായി ബന്ധപ്പെട്ട ജോഡികൾ പരിശോധിക്കുക. മേൽ പറഞ്ഞവയിൽ ഏതെല്ലാമാണ് ശരിയായി പൊരുത്തപ്പെട്ടിരിക്കുന്നത് എന്നാണ് കേട്ടോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ബല്യ ഉത്തർപ്രദേശിലെ ചിറ്റു പാണ്ഡെ, ദെൻ സത്താറ മഹാരാഷ്ട്രയിലാണ് നാനാ പാട്ടീൽ, താംലൂക്ക് ബംഗാൾ. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ് അല്ലേ. 1, 2, 3 എല്ലാം ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് അല്ലേ ബ്രിട്ടീഷ് ഭരണത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ബല്ലിയ, സത്താറ, താംലൂക്ക് എന്നിവിടങ്ങളിലെ ജനങ്ങൾ എന്ത് ചെയ്തത്? സ്വന്തമായി ഒരു സമാന്തര ഗവൺമെൻറ്റൊക്കെ സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് മന്ത്രിസഭ 1946 മാർച്ചിൽ ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് AV അലക്സാണ്ടർ എന്നിവരായിരുന്നു ഇതിലെ അംഗങ്ങൾ. ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാഷ്ട്രങ്ങളായി വിഭജിക്കാൻ ശുപാർശ ചെയ്തത് ഈ കമ്മീഷനാണ്. മേൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇപ്പോൾ 2 പ്രസ്താവന എന്തുമായി റിലേറ്റ് ചെയ്ത്? ക്യാബിനറ്റ് മിഷനുമായി റിലേറ്റ് ചെയ്ത്. ശരിയായത് ഏതൊക്കെയാണെന്ന് നോക്കി. ഏതാണ്? 1 മാത്രമാണ് ശരി. എന്തുകൊണ്ടാണ് 2 തെറ്റാവാൻ കാരണം? ഇന്ത്യയെ വിഭജിക്കാൻ നിർദ്ദേശിച്ചത് ക്യാബിനറ്റ് മിഷൻ ആണോ? അല്ല. അത് 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൺ അല്ലേ, മൗണ്ട് ബാറ്റൺ പദ്ധതിയായിരുന്നു. അതിൽ ക്യാബിനറ്റ് മിഷൻ ഒരു ഇടക്കാല ഗവൺമെൻറ്റും ഭരണഘടനാ നിർമ്മാണ സഭയും രൂപീകരിക്കാനാണ് നിർദ്ദേശിച്ചത്. അതങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക കേട്ടോ. ടെക്സ്റ്റിൽ അതേ സെൻറ്റൻസ് കിടക്കുന്നുണ്ട്, മാറിപ്പോകരുത്. ഓക്കെ. അടുത്ത ചോദ്യം. 1934 ബോംബെയിൽ വെച്ച് ജയപ്രകാശ് നാരായൺ, ആചാര്യ നരേന്ദ്രദേവ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ കോൺഗ്രസിനുള്ളിലെ സോഷ്യലിസ്റ്റ് വിഭാഗം ഏതാണ്? ഏതായിരുന്നു? ഫോർവേഡ് ബ്ലോക്ക്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഏതായിരുന്നു? CSP, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലേ. കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാനും തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനുമായിട്ടായിരുന്നു ആ സംഘടന രൂപീകരിച്ചത്. ഇനി 1946 ബംഗാളിലെ വാരക്കാരായ ബംഗാളിലെ കർഷകർ വിളവിൻ്റെ 2/3 ഭാഗവും തങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായി നടത്തിയ പ്രശസ്തമായ സമരം ഏതാണ്? തേഭാഗ സമരമാണല്ലേ. തേഭാഗ. ബംഗാളിലെ പാവപ്പെട്ട കർഷകർ ഭൂ ഉടമകൾക്കെതിരെ നടത്തിയ ശക്തമായ പ്രക്ഷോഭമാണ് തേഭാഗ സമരം. അതായത് 1/3 തേഭാഗ, 1/3 എന്നുള്ളത് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസും INAയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സിംഗപ്പൂരിൽ വെച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ ഔദ്യോഗിക ചുമതലയേറ്റത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ പട്ടാളത്തോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷ് ഇന്ത്യ പിടിച്ചെടുക്കാൻ INA ശ്രമിച്ചു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ശരിയായിട്ടുള്ളത് 1 മാത്രം ശരി. ഓക്കെ. ശരിയും തെറ്റും ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് 2ഉം ശരിയാണ് അല്ലേ. 1ഉം 2ഉം. കാരണം എന്താണ്? സിംഗപ്പൂരിൽ വെച്ചാണ് INAയുടെ ചുമതല ഏൽക്കുന്നതും അവിടുത്തെ ആസാദ് ഹിന്ദ് ഗവൺമെൻറ് വഴിയാണ് ഡൽഹി ചലോ മുദ്രാവാക്യവുമായി ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തത്. ഇനി ഗാന്ധി ഇർവിൻ ഉടമ്പടിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഈ ഉടമ്പടിയെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമ ലംഘന സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തയ്യാറായത് ഈ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ്.
നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 1ഉം 2ഉം ശരിയാണ് അല്ലേ. അതായത് ഇർവിൻ പ്രഭു അല്ലേ, വൈസ്രോയി ഇർവിൻ പ്രഭുവും ഗാന്ധിജിയും തമ്മിലുണ്ടായ ധാരണ പ്രകാരമാണ് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാമെന്ന് ബ്രിട്ടീഷുകാർ സമ്മതിക്കുകയും കോൺഗ്രസ് സമരം നിർത്തിവെച്ച് ലണ്ടനിലെ 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ജോഡികൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഭഗത് സിംഗ് ഭഗത് സിംഗ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928 ഫിറോസ് ഷാ കോട്ല. കേന്ദ്ര നിയമസഭയിൽ ബോംബെറിഞ്ഞ സംഭവം ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും 1929. ഇതിൽ ഏതൊക്കെയാണ് തെറ്റും ഓക്കെ രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ. ഏതാണ് വരുന്നത്? 1ഉം 2ഉം ശരിയാണല്ലേ. എന്തുകൊണ്ടാണ്? 28 ഭഗത് സിംഗും അതോടൊപ്പം തന്നെ ചന്ദ്രശേഖർ ആസാദും തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് HSR രൂപീകരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കരിനിയമങ്ങൾക്കെതിരെ ശബ്ദമില്ലാത്തവർക്ക് കാതു തുറക്കാൻ വേണ്ടിയാണ് 1929 ഏപ്രിൽ അവരെന്ത് ചെയ്തത്? കേന്ദ്ര നിയമസഭയിലേക്ക് ബോംബെറിഞ്ഞത് അല്ലേ. അത് നമ്മൾ ആ ഒരു സെൻറ്റൻസ് പറഞ്ഞത് അങ്ങനെയല്ലേ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ 15 ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ചാപ്റ്ററിലെ പാർട്ട് 2 ആണ് കേട്ടോ ഇത്. പാർട്ട് 2 2 പാർട്ടായിട്ടാണ് നമ്മളതിൻ്റെ വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്തത്. SCERT ടെക്സ്റ്റിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എല്ലാവരും കാണുക. ഫസ്റ്റ് കണ്ടിട്ട് ഫസ്റ്റിൻ്റെ MCQ നോക്കുക. ഇത് സെക്കൻഡ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് MCQ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. തലേ ദിവസം പഠിച്ച് SCERT ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ വീക്ക്ലി സാറ്റർഡേ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും. സൺഡേ നമ്മുടെ PYQ സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എല്ലാം കാണുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും എനേബിൾ ആക്കുക. താങ്ക്